ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കണ്ടിട്ട് ഇന്ന് ഞാനുള്ള അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറടയിലാണ്. ഇന്ന് അമ്പലപ്പുഴ ആറാട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമായ ആറാട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ആറാട്ടിനെ നമ്മളൊരു ഫുള്ള് വ്ളോഗ് ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ ആറാട്ടിൻ്റെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, ഇത് കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത് വിദേശത്തുള്ളവരായിരിക്കും. ഇവിടെ ഇരുന്ന് അമ്പലപ്പുഴ ആറാട്ട് മിസ്സായിട്ടുള്ള എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. സമയം ഏകദേശം 4 മണിയായി. സൈഡിൽ കടകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. നടപ്പന്തലിനകത്തോട്ട് ഞാൻ കയറുവാണ്. ഇവിടെ തോരണവും ലൈറ്റിങ്ങും ഒന്നും വലുതായിട്ടില്ല കേട്ടോ. തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അത്യാവശ്യം ആളുകൾ അകത്തുണ്ടാവും. സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട്. ആ സൈഡ് ഫുൾ ആളുണ്ട്. 5 ആനകളെയും കാണാൻ വേണ്ടി ആ നേരെ കുളത്തിൻ്റെ സൈഡിലേക്ക് വന്നു. 5 ആനകൾ ഈ കുളത്തിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. മൊത്തം 5 ആനകളാണുള്ളത്. 1, 2, 3, 4, 5. ഹായ്. മൊത്തം 6 ആനയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. എനിക്ക് ഒരെണ്ണം മിസ്സായിരുന്നു. ഞാൻ ആ കുളത്തിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയില്ല. ഹായ്. ഹായ് ഹലോ. ഏകദേശം 5:52 ആയപ്പോൾ ആറാട്ട് ഇരട്ടക്കുളങ്ങര അമ്പലത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ലേ ഇപ്രാവശ്യം ഭയങ്കര ആളാട്ടോ. ഹായ് 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 ഹായ്. എടാ എനിക്ക് ടാറ്റതാടാ. ലേബ്ലഷ് മേക്ക് ഓവർ. ആറാട്ട് കുറച്ചങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഇരട്ടക്കുളങ്ങര ഭാഗത്തെത്തി. നോക്കിക്കേ, അപ്പോൾ ഇവിടെ എത്തുന്നേ ഉള്ളൂ. ആറാട്ട് നേരെ ഇരട്ടക്കുളങ്ങര അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് തിരിച്ച് കച്ചനൂക്കിൽ എത്തുമ്പോൾ കാണാം. സമയം ഇപ്പോൾ 8:53. ആറാട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കാര്യം നല്ല രീതിയിൽ മഴ പെയ്തു. അതുകൊണ്ട് മഴ പെയ്ത് അങ്ങോട്ട് മാറിയുള്ളൂ. ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴയുണ്ട്. ആറാട്ട് തിരിച്ചു വരുന്ന കാണാൻ നല്ല രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തപ്പോൾ എല്ലാവരും ചിതറി മാറി. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പതുക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു. നമുക്ക് നേരെ ഇനി അമ്പലത്തിന് അങ്ങോട്ട് നടന്നാലോ? ഓക്കെ. കിഴക്കോട്ട് നടന്നു വന്നപ്പോൾ നമ്മുടെ ദക്ഷയിലെ ചേച്ചിമാരെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും കൂടെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് ഇപ്പോൾ ഉണ്ട്. ആറാട്ട് തിരിച്ചു വരുന്ന കാണാൻ വേണ്ടി നിൽക്കുക. വാ, അഭിനയാണെന്ന് പറയത്തേ ഇല്ല. അതെ, കച്ചേരിമുക്കിൽ നിന്ന് ഞങ്ങൾ നടന്ന് നേരെ നമ്മുടെ എവിടെ എത്തിയപ്പോ ഇവിടെ ഐസ് ബേയിൽ ജസ്റ്റ് ഒന്ന് തല കാണിച്ചേക്കാം. എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്. ഐസ് ബേ ഐസ് ബേ ഐസ് ബേ, നമ്മുടെ സ്വന്തം സ്ഥലം. ഹായ്, ഹാപ്പി ആറാട്ട്. പടിഞ്ഞാറൻ നടയിൽ നിന്ന് നമ്മൾ തിരിച്ച് നേരെ കച്ചേരിക്കലോട്ട് നടന്നു വന്നപ്പോൾ ഇവിടെ മൂടാമ്പാടി അമ്പലത്തിൻ്റെ അവിടെ ഇത് കണ്ടോ, റോഡ് സൈഡിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞേ, മൂടാമ്പാടിയുടെ അവിടെ അല്ലേ. അങ്ങ് ദൂരെ കച്ചേരിക്ക് ജംഗ്ഷനിൽ 5 ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഇവിടെ ഇന്നാ കാണാം. കോറൽ ഹൈറ്റ്സ് ബാറിൻ്റെ അവിടെ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആറാട്ട് കച്ചേരിമുക്കിൽ നിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്നുകൂടി ഇച്ചിരൂടെ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി.
അമ്പലത്തിൻ്റെ അവിടെ പഞ്ചവാദ്യം തുടങ്ങിയിട്ടുണ്ട്. ആറാട്ടിന് പതുക്കി പതുക്കി ഇങ്ങനെ നടന്ന് നേരെ അമ്പലത്തിലേക്ക് കയറും. സമയം ഇപ്പോൾ 10:46. ആറാട്ടിന് തിരിച്ച് അമ്പലത്തിലേക്ക് കയറുമ്പോൾ എങ്ങനെ പോയാലും 1 മണി കഴിയും. ഞങ്ങളിത് നേരെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവാം. കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട്. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ